അപ്പോൾ കാഴ്ച ഞങ്ങൾ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ നേരെ ഇതാക്കണ കനാൽ പോളിറ്റിക്ക വന്ന് ഞാനും റിന്യൂസും ഒറ്റക്കല്ല, ഞാനുണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ ഉമ്മയുടെ അനിയത്തി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഫസ്റ്റ് വന്ന വെച്ചാൽ കനാൽ പോളിറ്റിക്കാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കനാലുംപോട്ടിലേക്ക് വന്ന വീഡിയോസ് ആട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ്. ഞാനും ആദ്യമൊക്കെ കുറേ ആയി വന്നിട്ട്, കുട്ടിയൊന്നും ഉണ്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതിന് മുന്നേ വന്നോണെന്ന് എനിക്കറിയില്ല, വന്നിട്ടില്ല എന്ന് തോന്നുന്നത്, ഒരു ഓർമ്മല്ല. പിന്നെ ഷോക്ക് ഞാനൊരു വീഡിയോസ് എടുത്താണ് ഇന്ന ഒറ്റയ്ക്ക്. പിന്നെ കുട്ടിയൊക്കെ അവിടെ എത്തിയപ്പോൾ ഉറങ്ങിയാണ്. ഒരു ഉച്ചൻ്റെ ശേഷമായിട്ട് നമ്മൾ പോയത്. അപ്പോൾ പിന്നെ ഇതാക്കണം, നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോയി. എന്താ പറയുക, അവർ ബസ്സിൽ വന്നു, ഞാനും ആദ്യമൊക്കെ ഇതിൽ വന്നു. പിന്നെ ആദ്യം ആക്കണ കുറേ കാണുന്നുണ്ട് മരത്തമ്മേ. അപ്പോൾ ഞങ്ങൾ ഇതെന്താ പുതിയൊരു സ്ഥലമാണ് കനാൽ പോളിൽ തുടങ്ങി, എന്താ കുതിരവട്ടം, അങ്ങനെ ഒരു കുതിരനെ കുറിച്ചുള്ള പേരാണ്. പിന്നെ ഞങ്ങൾ അടിക്കൊന്നും ഇറങ്ങിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. പക്ഷേ അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങൾ കുറേ മുമ്പ് വന്നതാണ്, പക്ഷെ അപ്പോഴൊന്നും ഈ സ്ഥലം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നടക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കാല് കുഴഞ്ഞുകൊണ്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങാഞ്ഞ്. ഒരുപാട് നടക്കാണ്ട്. പിന്നെ ഹിസ്റ്ററി സംബന്ധിച്ച് മൈൻഡ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും. പ്രകൃതിനെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അതെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ജങ്കാറ് കയറാതെ തേക്ക് മ്യൂസിയത്തിലേക്കാട്ടെ വന്നത്. അവർ ബസ്സിൽ വന്നു, ഞങ്ങൾ വേഗം വന്ന് ടിക്കറ്റ് എടുത്തു. കാരണം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തപ്പോൾ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിക്കൊണ്ട് നിൽക്കണം അതിൻ്റെ അകത്തേക്ക്. പ്രത്യേകം എന്താ വെച്ചാൽ കനാലിപ്പോട്ടേക്കാളും തിരക്ക് ഇവിടെ കേട്ടോ. അതെ അതെ. പിന്നെ അവിടെ ചെരുപ്പൊക്കെ ഊരി, എല്ലാവരും ചെരുപ്പ് ഊരി അകത്തേക്ക്. ചെരുപ്പൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ബോട്ടിൽ ഫുഡ് ഇതൊന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയുക. അതെ അതെ. പിന്നെ അകത്ത് കയറി ഇതാക്കണം. പണ്ടത്തെ ഓരോ തേക്കിനെ കുറിച്ചും, തേക്ക് മ്യൂസിയം പറഞ്ഞാൽ തേക്കിനെ സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ. അതായത് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കണ്ടാട്ടോ, 5 ആൾ പിടിക്കേണ്ട ഒരു തേക്കിൻ്റെ വണ്ണം, ഭയങ്കര വണ്ണല്ല തേക്കാണ്. അങ്ങനെ തേക്കിൻ്റെ സ്വന്തമായ കുറേ പണ്ടത്തെ ഇപ്പോൾ പറഞ്ഞാലാണ് മെഷീനൊക്കെ വന്നത്. അപ്പോഴൊക്കെ ഫുള്ള് ഈ ഈർന്ന വാളാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ഓരോ വെറൈറ്റി ഓരോ തേക്കിനെ കുറിച്ച് അവിടെ എന്താ പറയുക എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. പിന്നെ വേറെ ഓരോ സെക്ഷനിലും ഓരോ ഇതായിരുന്നു കേട്ടോ. ഓരോ തേക്കിനെ കുറിച്ചാണ് വെറൈറ്റി. അതെ അതെ. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് അറിയൂല, കാരണം നമ്മളത് കണ്ടു പോന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ തൊട്ടടുത്തുണ്ടാവും കേട്ടോ. പിന്നെ ഒന്നും തൊടാൻ പാടില്ല നമ്മൾ തൊട്ട് ഒഴിഞ്ഞു കൊടുത്തിരുന്നിട്ടൊക്കെ പോന്നിട്ടുള്ളത്. പണ്ടത്തെ റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ചിത്രശലഭങ്ങൾ പലതരം ഉണ്ട്. നമ്പറൊക്കെ ഇട്ട് കണ്ട് എത്രണ്ണം നോക്കിയില്ല, ഒരുപാടുണ്ട്. അത് ഒറിജിനലാണോ അറിയില്ല കേട്ടോ. തേക്കിൻ്റെ ഒക്കെ ഒരു സംബന്ധിച്ചിട്ടുള്ളതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ കാണാൻ വന്നവർ. പിന്നെ ആമിമോള് വോയിസ് റെക്കോർഡ് എടുക്കാനാണ് സമ്മതിക്കുന്നില്ല. അപ്പത്തിന് അളകി വന്നാണ്. ഓരോന്നിനും കാണുമ്പോൾ പിന്നെ വണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഐറ്റംസ്. അതെ അതെ, അങ്ങനെ എന്തോ സംബന്ധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുതിര, ആനക്കൊമ്പ്, അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. ഓരോ ഫ്രെയിമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊന്നും തൊടരുത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എടുത്തെടുത്ത് പറയാണ് തൊടരുതെന്ന്. പക്ഷെ അതിൻ്റെ അടുത്ത് നിന്ന് കണ്ട തന്നെ ഞാനും ആദ്യം നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ, പോസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാക്കാണ് 2 സെറ്റായിട്ട്. അത് പണ്ടത്തെ ആയുധങ്ങൾ കേട്ടോ, അതായത് പണി ആയുധങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് മുകളിലത്തെ ഏരിയയാണ്. താഴത്തുനിന്ന് 2 പാർട്ടായിട്ട്, അതും എന്താ പറയുക കോണിപ്പടിയൊക്കെ കയറി കണ്ട് നമ്മളിത് മുകൾ ഭാഗത്താട്ടോ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ. നേരത്തെ കാണിച്ചൊക്കെ താഴെ ഭാഗത്തായിരുന്നു. നമ്മളെ ആയുധങ്ങൾ എന്താ പറയുക അതൊക്കെ മുകളിലാണ്. ഇപ്പം നമ്മൾ ഉള്ളത് മുകളിലാട്ടോ. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, കാരണം ഇതൊക്കെ ഉണ്ട്, ശരിക്കും ഉണ്ടോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അങ്ങനെയൊക്കെ തോന്നും. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ബേബിനൊക്കെ കൊണ്ടുവന്നിക്കണേ. പിന്നെ നമ്മൾ ആമിമോള് പറഞ്ഞാൽ അടങ്ങിന്നില്ല, അടുത്ത ആൾക്കാരെ കൂടെ കളിക്കാൻ പോയി. അടുത്ത് കുറേ കുട്ടികളെ കിട്ടിയപ്പോൾ ഇമ്മയും വേണ്ട ഇപ്പിയും വേണ്ട ആരും വേണ്ട, ഞങ്ങളെ കൂടെ വന്നതാണെന്ന് തോന്നൂല. പിന്നെ പൂര വർത്താനായിരുന്നോളൂ. ഈ വീട്ടിലുള്ള വർത്താനൊന്നും അല്ല, പൂര വർത്താനം മണ്ടി കളിക്കായിരുന്നു കേട്ടോ. നമ്മൾ ആമിമോളെ കണ്ടില്ല, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടാവും. ആമിമോളെ കണ്ടില്ല, മണ്ടി കളിക്കണം. ജസ്റ്റ് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട്, ഐസ്ക്രീമൊക്കെ കുഞ്ഞാൻ വാങ്ങി തന്നായിരുന്നു. ഞങ്ങൾ പിന്നെ അതിലിങ്ങനെ അരിഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഓരോന്ന് കണ്ട്. പിന്നെ തവളകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പാർട്ട് 2 ആക്കി ഇടാം, ലോങ് ആക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.